വെറൈറ്റി മീഡിയ പ്രസൻസ് ലൈവ് പോഡ്കാസ്റ്റിൽ കൂടെയുള്ളത് മൃണാളാണ്. നമസ്കാരം. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. നിങ്ങൾ എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇന്നിപ്പോൾ നമുക്ക് പോവാം, ഒരു ഈശയെ കാണിച്ചു തരാൻ പറ്റുമോ? പറയുന്നത് ഒരു പ്രോപ്പർട്ടിയാണ്, ഒരു സ്ഥാപനമാണ്. ഞാൻ പറയാണ് അവിടെ ഒരു ക്ലോക്ക് ഉണ്ടെന്ന്. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നിങ്ങൾ നോക്കുമ്പോൾ അവിടെ ഒരു ക്ലോക്ക് ഇല്ലേ? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. നിങ്ങൾ ഒരാളെ കണ്ടുപിടിച്ചോ, ഒരാഴ്ച അവിടെ സ്പെൻഡ് ചെയ്യാൻ. അവിടെ മാത്രമല്ല, തൃപ്പൂണിത്തുറ റെസ്റ്റോറൻറ്റിൽ സ്പെൻഡ് ചെയ്യാൻ. ഒരാഴ്ചക്ക് അയാളുടെ ശമ്പളം നിങ്ങൾ തീരുമാനിച്ചോ, ഞാൻ കൊടുക്കാം. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ഈച്ചനെ കണ്ടുപിടിക്കാനാണോ? കണ്ടുപിടിക്കും സാറേ. പക്ഷെ എന്തിനെന്നറിയോ? ആർക്കും മറുപടി കൊടുക്കാനല്ല. ഇനി എന്തൊക്കെ ചെയ്താൽ ആ കൊച്ചുമോനെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു കൺഫ്യൂഷനിലാ സേവി ലക്ഷ്മിഭായി തമ്പുരാട്ടി. ഞാൻ വളരെ കൂടുതൽ കാശ് എൻ്റെ റെസ്റ്റോറൻറ്റ് ഹൈജീൻ പാർട്ടിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അല്ല ഗംഗാധര എണ്ണുന്നില്ലേ? ഇനി എണ്ണയാ നോട്ടിലെ മഷി ഇളകിപ്പോകും സാർ. എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇത് നോക്കാൻ വേണ്ടിയിട്ട് വളരെ മുമ്പ് മുതൽ ഈ ഹൈജീൻ നോക്കാൻ വേണ്ടിയിട്ട് ട്രെയിനേഴ്സ് ഉണ്ട്, സൂപ്പർവൈസേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. മലമ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി, മന്ത്, പ്ലാഗ് മുതലായ മാരക രോഗങ്ങളെ മൊത്തമായും ചില്ലറയായും വിതരണം നടത്തുന്ന സകല വെറൈറ്റി കൊതുകളെയും ഈ ഭൂലോകത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ സർക്കാർ നടത്തുന്ന തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായിട്ട് എത്തിയതാണ് ഞാൻ. എന്റെ പേര് തങ്കക്കുട്ട. ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി. ഇവർക്കൊക്കെ ഒരുപാട് പേയ്മെന്റ് കൊടുക്കുന്നില്ലേ? പക്ഷെ അതങ്ങനെ ഇത് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. പക്ഷെ കണ്ടുപിടിക്കാൻ പുറമെ തന്നെ ആള് വേണ്ട. കാരണം ഒരു വീഡിയോയിൽ, മുൻപുള്ള ഒരു വീഡിയോയിൽ മൃണാൾ തന്നെ പറയുന്നുണ്ട്, ഇവിടെ ഈച്ച ഉണ്ട് എന്നുള്ളൊരു വീഡിയോയിൽ പറയുന്നു. എന്റെ റെസ്റ്റോറന്റിൽ ഈച്ച ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഒരു വീഡിയോന്റെ ഇടയ്ക്ക് നിന്ന് പറയുന്നുണ്ട് ഇവിടെ ഈച്ച ഉണ്ട്. ഞാനാണ് എന്റെ റെസ്റ്റോറന്റിൽ ഈച്ച ഉണ്ടെന്ന് ആദ്യമായിട്ട് പറയുന്നത്. പുറത്തുള്ള ഒരാളാണോ? അല്ല, അപ്പൊ ഉണ്ടെന്നാണ് പറയുന്നത്, സമ്മതിക്കുന്നത്. എക്സാക്ട്ലി. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? നിങ്ങൾ നാളെ അവിടെ പോയാൽ നിങ്ങൾക്ക് ഏതൊരു സാധാരണ കൊച്ചിയിലെ ഒരു ബിൽഡിങ്ങിൽ കാണുന്നതിൽ കൂടുതൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. കാരണം ഈ കഴിഞ്ഞ ആഴ്ച എല്ലാ ദിവസവും പക്ഷെ നമ്മൾ ഈ വിഷയം സംസാരിച്ചു തുടങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു തുടങ്ങിയത് തന്നെ അങ്ങനെയാണ്. അവിടെ വന്ന് നോക്കൂ, ഈച്ചനെ കാണാൻ പറ്റുന്നത് കണ്ടുപിടിക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പക്ഷെ ഇപ്പൊ അത് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റിൽ മാറ്റമുണ്ട്. കാരണം കൊച്ചിയിൽ കാണാൻ പറ്റുന്ന ഈച്ചയുടെ ക്രമാതീതമായിട്ടുള്ള കണക്കിനേക്കാൾ കൂടുതൽ കാണാൻ പറ്റുമോ എന്നുള്ള രീതിയിലേക്ക് എത്തിയില്ല അത്.